Welcome to Easy English. In this video, you will learn useful daily use English sentences with Malayalam meaning. If you practice these sentences every day, you can start speaking English confidently. Could, couldn't, could you. Sentences with Malayalam meaning. Could, കഴിഞ്ഞിരുന്നു, കഴിയുമായിരുന്നു. She could sing beautifully. അവൾക്ക് മനോഹരമായി പാടാൻ കഴിഞ്ഞിരുന്നു. She could sing beautifully. അവൾക്ക് മനോഹരമായി പാടാൻ കഴിഞ്ഞിരുന്നു. He could drive a car. അവന് കാർ ഓടിക്കാൻ കഴിഞ്ഞിരുന്നു. He could drive a car. അവന് കാർ ഓടിക്കാൻ കഴിഞ്ഞിരുന്നു. We could finish the work early. ഞങ്ങൾക്ക് ജോലി നേരത്തെ തീർക്കാൻ കഴിഞ്ഞിരുന്നു. We could finish the work early. ഞങ്ങൾക്ക് ജോലി നേരത്തെ തീർക്കാൻ കഴിഞ്ഞിരുന്നു. They could solve the problem. അവർക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നു. They could solve the problem. അവർക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നു. I could understand English. എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. I could understand English. എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. I could run very fast when I was a child. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ വളരെ വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു. I could run very fast when I was a child. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ വളരെ വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു. My grandfather could read without glasses. She could sing beautifully. അവൾക്ക് മനോഹരമായി പാടാൻ കഴിയുമായിരുന്നു. She could sing beautifully. അവൾക്ക് മനോഹരമായി പാടാൻ കഴിയുമായിരുന്നു. We could see the mountains from our house. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മലകൾ കാണാൻ കഴിയുമായിരുന്നു. We could see the mountains from our house. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മലകൾ കാണാൻ കഴിയുമായിരുന്നു. He could solve difficult problems. അവന് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. He could solve difficult problems. അവന് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. Couldn't, കഴിഞ്ഞില്ല, ചെയ്യാനായില്ല, സാധിച്ചില്ല. I couldn't sleep last night. എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. I couldn't sleep last night. എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. We couldn't find the key. ഞങ്ങൾക്ക് താക്കോൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. We couldn't find the key. ഞങ്ങൾക്ക് താക്കോൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. He couldn't answer the question. അവന് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. He couldn't answer the question. അവന് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. I couldn't understand English. എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. I couldn't understand English. എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. She couldn't open the door. അവൾക്ക് വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. She couldn't open the door. അവൾക്ക് വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. She couldn't wait. അവൾക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. She couldn't wait. അവൾക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. We couldn't stop laughing. ഞങ്ങൾക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. We couldn't stop laughing. ഞങ്ങൾക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. They couldn't believe it.
അവർക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. They couldn't believe it. അവർക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. Could you? ദയവായി ചെയ്യാമോ? നിങ്ങൾക്ക് ചെയ്യാമോ? ഇത് വിനയപൂർവമായ, പൊലൈറ്റ് അഭ്യർത്ഥനകൾ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. Could you help me? നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? Could you help me? നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? Could you open the door? നിങ്ങൾക്ക് വാതിൽ തുറക്കാമോ? Could you open the door? നിങ്ങൾക്ക് വാതിൽ തുറക്കാമോ? Could you come early tomorrow? നാളെ നിങ്ങൾക്ക് നേരത്തെ വരാൻ കഴിയുമോ? Could you check this message? ഈ മെസ്സേജ് ഒന്ന് നോക്കാമോ? Could you check this message? ഈ മെസ്സേജ് ഒന്ന് നോക്കാമോ? Could you please sit down? ദയവായി ഇരിക്കാമോ? Could you please sit down? ദയവായി ഇരിക്കാമോ? Could you turn on the light? ലൈറ്റ് ഓൺ ചെയ്യാമോ? Could you turn on the light? ലൈറ്റ് ഓൺ ചെയ്യാമോ? Could you check this for me? ഇത് എനിക്ക് ഒന്ന് പരിശോധിച്ചു തരാമോ? Could you check this for me? ഇത് എനിക്ക് ഒന്ന് പരിശോധിച്ചു തരാമോ? Could you speak in English? നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാമോ? Could you speak in English? നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാമോ? Thanks for watching. If you found this video helpful, please like, share and subscribe to the channel for more easy English lessons with Malayalam meaning. Practice these sentences every day and try to use them in your daily conversations. The more you practice, the more confident you'll become in speaking English. See you in the next video. Happy learning!